2025 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ആദായനികുതി ഇളവ് മിഡിൽ ക്ലാസിന്റെ കയ്യടി നേടിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഇൻകം ടാക്സ് എക്സംഷൻ സ്ലാബ് 12 ലക്ഷമായി ഉയർത്തി. ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള സമയപരിധി 2 വർഷത്തിൽ നിന്നും 4 വർഷമാക്കി. 75ാം യൂണിയൻ ബജറ്റിലെ ഹൈലൈറ്റ്സ് നോക്കിയാലോ. എഡ്യൂക്കേഷൻ സെക്ടറിലെ റിസർച്ചിനായി 20,000 കോടി, 10,000 ഫെലോഷിപ്പുകൾ, സ്കൂളുകളിൽ 50,000 ലാബുകൾ എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ബഹിരാകാശ സംരംഭങ്ങൾക്ക് 1,000 കോടിയും. കർഷകരെ സഹായിക്കുന്നതിന് മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം അഥവാ MISS പ്രകാരമുള്ള വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. 5 ലക്ഷം SC/ST വനിതാ സംരംഭകർക്ക് 5 വർഷത്തേക്ക് 2 കോടി രൂപ വരെ ദീർഘകാല വായ്പകളിൽ നേടാം. ഇൻഷുറൻസ് മേഖലയിലെ FDI പരിധി 74% നിന്നും 100% ഉയർത്തി. നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ടോയ്സിലൂടെ ഇന്ത്യയെ ടോയ് മാനുഫാക്ചറിംഗിന്റെ ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യം. ഇത്തവണത്തെ യൂണിയൻ ബജറ്റ് എല്ലാ പ്രധാന മേഖലകളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. ഇത് ശക്തമായ സാമ്പത്തിക വളർച്ചയ്ക്ക് വേദിയാകുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?